Hello, good morning dear students. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് നമ്മുടെ അക്കൗണ്ടിങ് പോളിസീസ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് എറേഴ്സിലെ കണ്ടിന്യൂവേഷനാണ്. അതിൽ അടുത്തത് വരുന്നത് റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻസ് ആണ്. റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് കുറച്ച് ഐറ്റംസിൻ്റെ ഡെഫിനിഷൻ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു. എന്താണ് റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ? ഇറ്റ് ഈസ് ദ അപ്ലൈയിങ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് എ ന്യൂ അക്കൗണ്ടിങ് പോളിസി ടു എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനിൽ പുതിയ അക്കൗണ്ടിങ് പോളിസീസ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ, അപ്പോൾ ആ ഒരു ഇവിടെ നോക്കുക. വെൻ എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ഈസ് അപ്ലൈഡ് റെട്രോസ്പെക്റ്റീവ്ലി, ഒരു കമ്പനി റെട്രോസ്പെക്റ്റീവ്ലി ഒരു അക്കൗണ്ടിങ് പോളിസീസ് ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഇറ്റ് റിക്വയർസ് ദ എൻറ്റിറ്റി to adjust the opening balance of each affected component of equity for the earliest prior period presented and the other comparative amount disclosed for each prior period is presented as if the new accounting policy had always been applied. അതായത് ഇവിടെ പറയുന്നത്, ഇങ്ങനെ ഒരു കമ്പനി പുതിയ ഈ റെട്രോസ്പെക്റ്റീവ്ലി ഒരു അക്കൗണ്ടിങ് പോളിസി അപ്ലൈ ചെയ്യുന്ന സമയത്ത്, മാറ്റുന്ന സമയത്ത് ആ എൻറ്റിറ്റി അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ഒരു കോമ്പണൻറ്റിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യണം. അതായത് ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യണം. അതിന് ശേഷമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു അക്കൗണ്ടിങ് പോളിസി ഇവർക്ക് റെട്രോസ്പെക്റ്റീവ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, അത് പറഞ്ഞത് ഇറ്റ് റിക്വയർസ് ദ എൻറ്റിറ്റി ടു അഡ്ജസ്റ്റ് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഈച്ച് അഫക്റ്റഡ് കോമ്പണൻറ്റ്. ഏതൊക്കെ കോമ്പണൻസിനാണോ ബാലൻസ് ഷീറ്റിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെ കോമ്പണൻസ് മീൻസ് ഏതൊക്കെ ഐറ്റംസിനാണോ അത് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ബാലൻസ് ഒക്കെ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രയർ പീരീഡിലുള്ള തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലുള്ള ഈ മാറ്റങ്ങൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസിൽ തന്നെ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ്. ഇതിൽ പറയുന്നത് ബിസിനസ് ഇൻവോൾവ്സ് സെവറൽ അൺസെർട്ടാനിറ്റീസ്, അല്ലേ? ബിസിനസ്സിന് ഒരുപാട് അനിശ്ചിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഏത് സമയം എന്ത് ചെയ്യാം? സംഭവിക്കാം. ഡ്യൂ ടു ദ അൺസെർട്ടാനിറ്റീസ്, അത് ഇങ്ങനെ ഈ നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ മെനി ഐറ്റംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കനോട്ട് ബി മെഷേർഡ് പ്രിസൈസ്ലി ബട്ട് ക്യാൻ ഓൺലി ബി എസ്റ്റിമേറ്റഡ്. അതായത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ചില ഐറ്റങ്ങളൊക്കെ ബാലൻസ് ഷീറ്റിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ചില ഐറ്റങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? മെഷർ ചെയ്യുന്നില്ല. ഇതെന്ത് ചെയ്യുന്നുള്ളൂ? ചെറുതായിട്ടൊന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ആ എസ്റ്റിമേറ്റഡ് എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത്. സച്ച് എസ്റ്റിമേഷൻ ഇൻവോൾവ് ജഡ്ജ്മെൻറ്റ്സ്. ആ എസ്റ്റിമേഷനിലും തന്നെ എന്തുണ്ട്? അവിടുത്തെ അക്കൗണ്ടൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഡയറക്ടേഴ്സിൻ്റെയോ ഒക്കെ ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരിക്കാം. ദീസ് ജഡ്ജ്മെൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ അവൈലബിൾ ഇൻഫർമേഷൻ. ഇനി വെക്കുന്ന ജഡ്ജ്മെൻറ്റ് തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, ഇവിടെ ഈ ഒരു പറയുന്നത് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ പറയുന്നത് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് മേ ചേഞ്ച് വെൻ സർക്കംസ്റ്റൻസസ് ചേഞ്ച് ഓർ എക്സ്പീരിയൻസ് grows. Thus, a change in estimates does not require restating the financial statements of a prior periods. അതായത് അവർക്ക് കിട്ടിയ അവൈലബിൾ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ അക്കൗണ്ടിങ്
ഓരോ ഐറ്റങ്ങളിൽ ഇവർ എമൗണ്ടിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ആ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ ചേഞ്ചസ് വരുത്തുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. കണ്ടോ, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് മേ ചേഞ്ച് വെൻ സർക്കംസ്റ്റൻസസ് ചേഞ്ച്. സാഹചര്യങ്ങൾ മാറുന്ന പക്ഷം എന്തും കൂടെ മാറ്റേണ്ടി വരും, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. Thus, a change in estimate does not require restate in the financial statement of a prior period. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറണ്ട് ഇയറിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് എവിടെ മാറ്റേണ്ട ആവശ്യമില്ല, നമ്മൾ പ്രയർ പീരീഡിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റീസ്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് പ്രയർ പീരീഡ് എന്ന് വെച്ചാൽ മുൻ വർഷങ്ങളിൽ കഴിഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലും എന്ത് ചെയ്യേണ്ട, ഈ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ കറക്ഷൻ ഓഫ് എൻ എറർ. ഇതൊരിക്കലും എന്തല്ല, എറർ തിരുത്തുന്ന ഒന്നല്ല. ഇൻ അതർ വേർഡ്സ്, ദ റിവിഷൻ ഓഫ് ആൻ എസ്റ്റിമേറ്റ് ഡസ് നോട്ട് റിലേറ്റഡ് ടു പ്രയർ പീരീഡ്സ്. ഇത് ജസ്റ്റ് ഒരു റിവിഷനാണ്. റിവിഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് പ്രകാരം അതിൻ്റെ ഐറ്റത്തിൻ്റെ വാല്യൂ മാറ്റി ചെയ്യുകയാണ്. അതൊരിക്കലും എറർ വന്ന് കമ്മിറ്റ് ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ, റിവിഷൻ ഓഫ് ആൻ എസ്റ്റിമേറ്റ് ഡസ് നോട്ട് റിലേറ്റഡ് ടു പ്രയർ പീരീഡ്സ്. അപ്പോൾ ഇത് മുൻ വർഷങ്ങളിൽ, അപ്പോൾ ഈ ഒരു റിവിഷൻ നടത്തുന്നത് മുൻ വർഷങ്ങളിലെ സംബന്ധിച്ചുള്ള ഡാറ്റ പ്രകാരം അല്ല, അല്ലെങ്കിൽ മുൻ വർഷങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ചേഞ്ച് ഇൻ മെഷർമെൻറ്റ് ബേസിസ് ആണ്. ചേഞ്ച് ഇൻ മെഷർമെൻറ്റ് ബേസിസ്. എ ബിസിനസ് മേ റിക്വയർ എ ചേഞ്ച് ടു ബി മെയ്ഡ് ഇൻ ദ മെഷർമെൻറ്റ് ബേസിസ് സപ്ലൈഡ്. മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ എമൗണ്ട്, ക്യാരിയിങ് എമൗണ്ട് കണ്ടെത്തുന്നതിനുള്ള ഓരോ ടൂൾസ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, ആവറേജ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഈ ഓരോ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ഐറ്റത്തിൻ്റെയും മെഷർമെൻറ്റ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ എ ബിസിനസ് മേ റിക്വയർ ചേഞ്ച് ടു ബി മെയ്ഡ് ഇൻ ദ മെഷർമെൻറ്റ് ബേസിസ്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇത് മാറ്റാനുള്ള ഈ മെഷർമെൻറ്റ് അറ്റ് കോസ്റ്റ് ആയിരിക്കാം, അങ്ങനെ പല രീതിയിലും നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ ചേഞ്ചസ് വരുത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം. ദിസ് ഷുഡ് ബി കൺസിഡേഴ്സ് ആസ് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. ഇതെന്താക്കിയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസിയാണ്, ആൻഡ് നോട്ട് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എൻറ്റയർലി യൂസ് ചെയ്യുന്ന മെത്തേഡ്സിലാണ് മാറ്റം വരുന്നത്. മെത്തേഡ് മാറുന്നത് കൊണ്ട് തന്നെ അതെന്താണ്, ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസിയാണ്. എന്തല്ല, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ചേഞ്ച് ചെയ്യുന്നതല്ല. അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ എന്താ ചേഞ്ച് ചെയ്യുന്നത്, പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ എമൗണ്ടിലാണ് എന്താ പറയുക ചേഞ്ചസ് വരുത്തുന്നത്. ഇവിടെ ടോട്ടൽ മെത്തേഡിലാണ് ചേഞ്ചസ് വരുത്തുന്നത്. ഓക്കെ, അതാണ് ചേഞ്ച് ഇൻ മെഷർമെൻറ്റ് ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് ബേസിസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അത് ചേഞ്ചസ് ഇൻ ആൻ അക്കൗണ്ടിങ് പോളിസിയാണ്, നോട്ട് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ വരുന്ന ചേഞ്ചസ്, അതായത് പ്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻസ് ആണ്. The effect of change in an accounting estimate should be recognized prospectively by including it in profit or loss. Prospectively means future oriented. The effect of change in accounting estimate, അപ്പോൾ ഈ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ വരുന്ന ചേഞ്ചസ് എന്ത് ചെയ്യണം, ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് പ്രോസ്പെക്റ്റീവ്ലി ബൈ ഇൻക്ലൂഡിങ് ഇറ്റ് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ്. അതിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ the period of the change, if the change affect that period only. For example, bad debt. ഇവരെന്താ പറഞ്ഞുള്ളത്, ഇങ്ങനെ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ വരുന്ന ചേഞ്ചസ് റെക്കഗ്നൈസ് ചെയ്യണം. അതായത് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, ദ പീരീഡ് ഓഫ് ദ ചേഞ്ച്, ഏതാണോ പീരീഡ്, ഏത് പീരീഡിലാണ് അത് ചേഞ്ചസ് വരുന്നത്. ഇഫ് ദ ചേഞ്ച് എഫക്ട്സ് ദാറ്റ് പീരീഡ് ഓൺലി, അത് ആ ഒരു പീരീഡിന് മാത്രം എഫക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ഓർ ലോസിൽ കാണിക്കാം. പിന്നെ പറയുന്നത് ദ പീരീഡ് ഓഫ് ദ ചേഞ്ച് ആൻഡ് ഫ്യൂച്ചർ പീരീഡ്സ്, ഇഫ് ദ ചേഞ്ച് എഫക്ട്സ് ബോത്ത്, അതായത്
ഈ ഒരു ചേഞ്ചസ് ഇങ്ങനെ പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ പ്രകാരം ഇങ്ങനെ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ വരുന്ന ചേഞ്ചസ് കറണ്ട് പീരീഡിലും അതുപോലെ തന്നെ ഫ്യൂച്ചർ പീരീഡിലേക്കും മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, നമുക്കത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. ഇഫ് ദ ചേഞ്ച് എഫക്ട്സ് ബോത്ത്, ഫോർ എക്സാമ്പിൾ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ഡിപ്രീസിബിൾ അസറ്റ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എറേഴ്സ് ആണ്. എറേഴ്സ് നമുക്കറിയാം, എറേഴ്സ് ഡിസ്കവേർഡ് during a current period may have arisen on account or mathematical mistakes, incorrect application of accounting policies, misinterpretation of facts, oversight or fraud. അല്ലേ, തെറ്റുകൾ പല രീതിയിലും നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണെന്ത്, മിസ്റ്റേക്സ്, എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കറണ്ട് ഇയറിൽ ഡിസ്കവർ ചെയ്തില്ല, കണ്ടെത്തില്ല എറേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മാത്തമാറ്റിക്കൽ മിസ്റ്റേക്ക് ആകാം, ഇൻകറക്റ്റ് അപ്ലിക്കേഷൻസ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, അക്കൗണ്ടിങ് പോളിസീസിൽ വരുന്ന അപ്ലൈ ചെയ്യുന്നതിലുള്ള മാറ്റങ്ങളാകാം, മിസ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫാക്റ്റ്, തന്നിട്ടുള്ള അവൈലബിൾ ഡാറ്റാസിൻ്റെ മിസ് ഇൻ്റർപ്രിറ്റേഷൻ, തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് തെറ്റുകൾ വരുത്താം. ദെൻ ഓവർസൈറ്റ്സ് ഓർ ഫ്രോഡ്, ഇനി നമ്മൾ ഫ്യൂച്ചർ കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രോഡ്, എന്തെങ്കിലും മിസ്റ്റേക്ക് സ്വമേധയാ കമ്മിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാകാം. അങ്ങനെ പല രീതിയിലും എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എറേഴ്സ് കമ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. An entity should correct all prior period errors retrospectively in the first set of financial statements approved for issue after their discovery. This correction should be done by, അതായത് ഇവിടെ പറയുന്നത് ഒരു എൻറ്റിറ്റി എന്ത് ചെയ്യണം, പ്രയർ പീരീഡിൽ എറേഴ്സ് ഉണ്ടായിട്ടുള്ള എറേഴ്സൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അതായത് മുൻപത്തെ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കുമല്ലോ നമ്മൾ കറണ്ട് ഇയറിൽ എന്ത് ചെയ്യുന്നത്, മിസ്റ്റേക്ക് കണ്ടെത്താം. അങ്ങനെ പ്രയർ പീരീഡിൽ ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എൻറ്റിറ്റി കൃത്യമായിട്ടും കറക്റ്റ് ചെയ്യണം. ദിസ് കറക്ഷൻ ഷുഡ് ബി ഡൺ ബൈ, ഇങ്ങനെ ഈ കറക്ഷൻ എങ്ങനെയൊക്കെ ചെയ്യാം, റീസ്റ്റേറ്റിംഗ് ദ കമ്പാരിറ്റീവ് എമൗണ്ട്സ് ഫോർ ദ പ്രിയർ പീരീഡ്, അതിൻ്റെ ആ ഒരു എമൗണ്ട് റീസ്റ്റേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് ചെയ്യാം. പ്രസൻറ്റഡ് ഇൻ വിച്ച് ദ എറേഴ്സ് ഒക്കേർഡ്, റീസ്റ്റേറ്റിംഗ് ദ കമ്പാരിറ്റീവ് എമൗണ്ട്സ് ഫോർ ദ പ്രയർ പീരീഡ്സ് പ്രസൻറ്റഡ് ഇൻ വിച്ച് ദ എറർ ഒക്കേർഡ്, എന്നാണോ എറർ ഒക്കർ ചെയ്തിട്ടുള്ളത്, ആ എറർ ഒക്കർ ചെയ്തിട്ടുള്ള സമയം, ആ പീരീഡിലെ എമൗണ്ടും പ്രയർ പീരീഡിലെ എമൗണ്ടും കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റീസ്റ്റേറ്റ് ചെയ്യാം. എത്രയാണ് അതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്നുള്ളത് നോക്കിയിട്ട് റീസ്റ്റേറ്റ് ചെയ്യാം. ദെൻ ഇഫ് ദ എറർ ഒക്കേർഡ് ബിഫോർ ദ ഏർലിയസ്റ്റ് പ്രയർ പീരീഡ് പ്രസൻറ്റഡ്, റീസ്റ്റേറ്റിംഗ് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി ഫോർ ദ ഏർലിയസ്റ്റ് പ്രിയർ പീരീഡ് പ്രസൻറ്റഡ്. അതായത് ഇപ്പോൾ ഒരു എറർ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് തൊട്ട് മുൻപത്തെ വർഷങ്ങളിലാണെന്നുണ്ടെങ്കിൽ, ഏർലിയസ്റ്റ് പ്രയർ പീരീഡാണ്, തൊട്ട് മുൻപത്തെ വർഷങ്ങളിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതിപ്പോൾ കറണ്ട് ഇയർ ഏതാണ്, 2020-21 അല്ലേ. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ വർഷം 2019-20. അപ്പോൾ ആ ഒരു വർഷങ്ങളിലുള്ള എറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ 2019-20-21 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ അസറ്റും ലയബിലിറ്റീസിനും എന്ത് ചെയ്താൽ മതി, ചേഞ്ചസ് ചെയ്താൽ മതി. അതാണ് ഇവിടെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ എറേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.